എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. MS വേണുഗോപാലാണ് കൂടിയുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. കുറച്ചധികം നാളായി സംസാരിച്ചിട്ട് ഇന്നൊരു ഹോട്ട് ടോപ്പിക് ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലാണ്. നമ്മൾ ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന ആദ്യ വിഷയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സംസാരിക്കണമെന്നതായിരുന്നു. നിയോഗം പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം അത്രയ്ക്ക് വാലിഡ് ആയിട്ടുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ വാദം കേൾക്കുന്നു. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേട്ടത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിഷേധിക്കുന്നു. പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് തുടർച്ചയായി ഇയാൾക്കെതിരെ പീഡന പരാതികൾ വരികയാണ്. ഇയാൾ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ വാദിയൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് കണ്ടു തന്നെയാണ് ഇയാളെ റിമാൻഡിലേക്ക് വിടുന്നതും ജാമ്യം നിഷേധിക്കുന്നതും. സർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എന്നാണ് രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം? കോടതി വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയം പരിശോധിക്കുകയുണ്ടായി. അതിൽ നിന്നും കോടതിക്ക് ബോധ്യമായത് ഇത് മൂന്നാമത്തെ റെക്കോർഡ് ചെയ്യപ്പെട്ട പീഡനമാണ്, പീഡനത്തിനുള്ള പരാതിയാണ്. അപ്പോൾ അതിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഒരു പരാതിക്ക് ഒരു MLA തന്നെ വിധേയനാകുന്നു എന്നുള്ളത് കോടതി വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് രാഹുൽ പറഞ്ഞിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിജീവിത അല്ലെങ്കിൽ ഇതിലെ ഇര ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതിക്ക്. പക്ഷേ അതിന് പ്രോസിക്യൂഷൻ വളരെ വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ വിദേശത്താണ്, അവരുടെ മൊഴിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് IT ആക്ട് പ്രകാരം സർട്ടിഫൈ ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും കൂടി ചെയ്തു. അപ്പോൾ കോടതിക്ക് അത് പിന്നൊന്നും പറയാനില്ല. ഇനി വേണമെങ്കിൽ വീഡിയോ കോൾ വഴി കോടതിയിൽ ആ അതിജീവിതയെ പ്രദർശിപ്പിക്കുന്ന കാര്യം കൂടെ, അവരുടെ മൊഴി അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസ് കോടതിയിൽ വരുന്ന കാര്യം വരെ തങ്ങൾ നോക്കാമെന്നും കൂടെ പറഞ്ഞതോടുകൂടി കോടതിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമായി. അപ്പോൾ അതോടുകൂടി കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 6 ദിവസമായി തുടരുന്ന ജയിൽവാസം ഇനിയും തുടരാനാണ് സാധ്യത. ഇനിയിപ്പോൾ സെഷൻസ് കോടതി പോയാലും അത് പെട്ടെന്ന് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് സെഷൻസ് കോടതിയിലേക്കായിരിക്കും പോവുക. അവിടെയും ഇതേപോലത്തെ കാര്യങ്ങളായിരിക്കും വരിക. പിന്നെ 21-ാം തീയതി മറ്റൊരു കേസിൽ ഹൈക്കോടതിയിൽ ഒരു വാദമുണ്ട്. അത് വരുമ്പോഴും ഇത്തരം കാര്യങ്ങൾ വീണ്ടും വരികയാണ്. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഒരു നിയമസഭാ സാമാജികൻ, ഒരു ജനപ്രതിനിധി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക പദവി, പരിഗണന എല്ലാം വെച്ചുകൊണ്ട് അത് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് സമൂഹം നോക്കിക്കാണേണ്ടത്, കോടതിയും നോക്കിക്കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അതിജീവിതയെ ആക്രമിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഇവരെല്ലാം തന്നെ പറയുന്നത് അതിജീവിതമാരൊക്കെ തന്നെ വിവാഹം കഴിച്ചതിന് ശേഷം അവിഹിതത്തിന് പോവുകയും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പീഡനമായി മാറുകയും ചെയ്തു എന്നുള്ളൊരു ക്ലെയിമാണ് രാഹുൽ ഫാൻസ് എടുക്കുന്നത്. ഈ ക്ലെയിം സത്യത്തിൽ അതിഭീകരമായ സ്ത്രീവിരുദ്ധതയാണ്. ഇതുപോലും തിരിച്ചറിയാതെ ഇതിനെ എൻഡോസ് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മെൻസ് അസോസിയേഷന്റെ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത സത്യവാങ്മൂലം ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന് തന്നെയാണ്. അതിന് ശേഷം വീണ്ടും 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 രാഹുൽ മാങ്കൂട്ടത്തിന് ഫാൻ ഫോളോയിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരള സമൂഹം പൊതുവിൽ സ്ത്രീവിരുദ്ധമാണ്. അത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആളുകൾക്ക് തടിച്ചുകൂടാനുള്ള ഒരു ഇടമായി രാഹുലിന്റെ പോസ്റ്റുകൾ മാറുന്നൊരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള ആളുകളോട് എന്താണ് താങ്കളുടെ മറുപടി? എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, സെക്സ് എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു വികാരം തന്നെയാണ്. അപ്പം അത് മൃഗങ്ങൾ ചെയ്യുന്നത് സെക്സായി മാത്രമാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് സെക്സ് ലവും കൂടെ മിക്സ് ചെയ്താണ്. അതായത് അതിനകത്തൊരു ഹൃദയവും ആത്മാവും ശരീരവും കൂടെ ഒത്തിണങ്ങുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് സെക്സിനെ മനുഷ്യൻ കാണുന്നത്. പക്ഷെ മൃഗങ്ങൾ അങ്ങനെയല്ല. കാണുന്നു, ഓടിച്ചിട്ട് പിടിക്കുന്നു, ഭോഗിക്കുന്നു, പോകുന്നു. അവിടെ അവർക്ക് പ്രത്യുൽപാദനം മാത്രമേ ലക്ഷ്യമുള്ളൂ. അതിനകത്ത് ഒരു ഒരു ലവ് ഇമോഷൻ ഇല്ല, ഹൃദയമില്ല. അപ്പോൾ ഹൃദയമില്ലാത്ത സെക്സ് എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ അനുവദനീയമാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മളും മൃഗങ്ങളായി മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ മൃഗമാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര ഭോഗിക്കുന്നതിനും പ്രശ്നമില്ല, എത്ര ആളെ വേണമെങ്കിലും ഓടിച്ചിട്ട് പിടിക്കുന്നതിനും പ്രശ്നമില്ല. പണ്ട് NN പിള്ള ഒരു വിവാദ വാക്ക് പറഞ്ഞിട്ടുണ്ട് നാടകത്തിൽ. യഥാർത്ഥ സെക്സ് എന്ന് പറയുന്നത് ബലാത്സംഗമാണ്. നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ, മൃഗങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ലേന്ന് ചോദിക്കും. അതുകൊണ്ട് മനുഷ്യൻ്റെ സെക്സ് എന്ന് പറഞ്ഞാൽ ബലാത്സംഗമായിരിക്കണം. കോഴി ചെയ്യുന്നത് എങ്ങനെയാണ്, ആട് ചെയ്യുന്നത് എങ്ങനെയാണ്, പട്ടി ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ആയിരിക്കണം മനുഷ്യൻ്റേതും. എങ്ങനെയാണെങ്കിൽ അത് ബലാത്സംഗം ഒരു തെറ്റല്ല, അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദമായി. അതിലും ഇതാണ് പ്രശ്നം.
നിങ്ങൾ മനുഷ്യനാണ്, മനുഷ്യൻ ഒരു സാംസ്കാരിക ജീവിയാണ്, അല്ലാതെ നമ്മൾ ഒരു സമൂഹ ജീവിയുമാണ്. സമൂഹത്തിൽ നമുക്ക് ചില നിയമങ്ങൾ നിബന്ധനകൾ പാലിക്കാൻ ബാധ്യസ്ഥമാണ്, അല്ലെങ്കിൽ നാട് കാടാവും. കാട്ടിലെ നിയമത്തിൽ നമുക്ക് പ്രശ്നമില്ല, മൃഗങ്ങൾ ഓടിച്ചിട്ട് പിടിക്കുന്നു, അമ്മയെ മകൻ ദ്രോഹിക്കുന്നതൊക്കെ മൃഗങ്ങൾക്ക് സ്വാഭാവികമാണ്. പക്ഷേ മനുഷ്യനിൽ നമുക്കൊരു നോംസ് ഉണ്ട്, നമ്മളൊരു കൾച്ചറൽ എത്തിക്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടാണ് ഒരു സിവിക് സെൻസ് ഉണ്ട്, സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനപ്പുറം പോയി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അത് പണം സമ്പാദിക്കലായാലും സെക്സ് ആയാലും നമ്മുടെ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ആഹാരത്തിനുള്ള അല്ലെങ്കിൽ സുഖഭോഗത്തിനുള്ള മെത്തേഡുകൾ സ്വീകരിക്കുമ്പോഴും നമ്മൾ ആ ഫ്രെയിം വർക്കിനകത്ത് നിൽക്കണം. സൊസൈറ്റി പൊളിച്ചാൽ നമ്മൾ നാടിനെ കാടാക്കുന്നതിന് തുല്യമാവും. അത് അനുവദിക്കാമോ എന്നുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളിൽ പലർക്കും അത്തരം ചിന്തകൾ പെട്ടെന്ന് വരില്ല. അവർ അതിനെ കൂടുതൽ ബ്രോഡായിട്ട് പോകാതെ ഇതെന്താ പറയുന്നത്, മറ്റേ സ്ത്രീ കല്യാണം കഴിച്ച സ്ത്രീ അവർ ഇഷ്ടത്തോടു കൂടിയല്ലേ വന്നത്, എന്നാൽ പിന്നെ അവരിഷ്ടത്തോടു കൂടി വന്നെങ്കിൽ പോലും അവരിൽ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രലോഭനം ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചു കൊള്ളാം, അല്ലെങ്കിൽ കൂടെ ഉണ്ടാവും. ആ ഒരു കോൺട്രാക്റ്റും നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് വേറൊരു പ്രധാനമാണ്. ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ആധുനിക സമൂഹത്തിൽ കോടതി പോലും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് നടന്ന് റിട്ടേൺ എഗ്രിമെൻറ്റ് വേണമെന്നില്ല, മനസ്സമ്മതം മതി. നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും ആ കോൺട്രാക്റ്റ് പ്രകാരം എൻ്റെ പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ താങ്കളോ അല്ലെങ്കിൽ ഞാൻ തിരിച്ചോ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൈമായിട്ട് നമുക്ക് കോടതിയിൽ ഉന്നയിക്കാൻ കഴിയും. നമുക്ക് അങ്ങനെ ഒരു കോൺട്രാക്റ്റ്, ഒരു മെൻ്റൽ കോൺട്രാക്റ്റ് എങ്കിലും ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കോടതിക്ക് കഴിഞ്ഞാൽ മതി. ആ വിധത്തിൽ നോക്കുമ്പോൾ മനസ്സമ്മതം കൊണ്ടുള്ളൊരു കോൺട്രാക്റ്റ് പോലും നമ്മൾ ലംഘിച്ചാൽ അതൊരു ക്രൈം തന്നെയാണ്. അത്തരം ക്രൈമുകൾ രാഹുൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതാണ്. നിരന്തരമായിട്ട് കോടതിയുടെ മുമ്പിൽ വന്ന ഇതൊക്കെയാണ്, നിരന്തരമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ ഇനിയും പുറത്തു പോയാലും ഇതുപോലൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്. പിന്നെ സാക്ഷിയെയും മറ്റുള്ളവരെയും ഇതുപോലെ പീഡിപ്പിച്ചോ മാറ്റാൻ ശ്രമിക്കുകയോ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ജയിലിൽ വേണമെന്ന് ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു പക്ഷേ ഇതിന് കുറേ നാളത്തേക്കൂടെ നീണ്ടുപോകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നു. രാഹുലിന്റെ മുഖത്തെ ചിരി മങ്ങിയിരിക്കുന്നു. ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ മുതലേ പരാതികൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെ പെൺമക്കളടക്കം പരാതിപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ടയിൽ നിന്ന് പൊക്കി പാലക്കാടേക്ക് കൊണ്ടുവന്ന് ഇലക്ഷനിൽ ജയിപ്പിക്കണം എന്നുള്ളത് ചില ആളുകളുടെ നിക്ഷിപ്ത താല്പര്യത്തിന്റെ ഭാഗമായാണ് നമുക്കറിയാം. പക്ഷേ ഒരു പരാതി പൊതുവിൽ വരുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യമേ തന്നെ പാർട്ടിയുടെ, അതായത് യൂത്ത് കോൺഗ്രസ് പദവിയിൽ നിന്നും പാർട്ടി പറഞ്ഞ് രാജിവെപ്പിക്കുന്നു. തുടർന്ന് ആദ്യം സസ്പെൻഷനിലേക്ക് മാറുന്നു, വീണ്ടും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയും പല ചർച്ചകളിലും അത് ഇടത് രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ എല്ലാവരും തന്നെ കോൺഗ്രസ് വളർത്തിക്കൊണ്ട രാഹുലിനെ ഇപ്പോഴും കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം പറയാറുണ്ട്, പുറത്താക്കിയിട്ട് പോലും. ഇത് പറയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് അർഹതയുണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായി അറിയില്ല. കാരണം അവരുടെ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ അവരുടെ പാളയത്തിൽ തന്നെ ഉണ്ട്. ഇനിയും എന്നാൽ പല ഘട്ടങ്ങൾ, നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിലായിക്കോട്ടെ, വീട് കയറി ഇറങ്ങലായിക്കോട്ടെ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. നിയമസഭാ സമ്മേളനത്തിൽ ഒരു തവണ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും കൂടെ വന്നവരെല്ലാം തന്നെ കോൺഗ്രസ് നേതാക്കളാണ്. ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, കോൺഗ്രസ് ഇനിയും ഈ ബാധ്യത ഏൽക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസ് പുറത്താക്കി മറ്റ് പാർട്ടികൾ, കോൺഗ്രസ് ഇതര പാർട്ടികൾ ഈ കോൺഗ്രസിനെതിരെ പറയുന്ന ഒരു ബാധ്യത ഇനിയും ചുമക്കേണ്ടതുണ്ടോ എന്നുള്ളത്? തീർച്ചയായിട്ടും കോൺഗ്രസിന് അങ്ങനെ ഒരു ബാധ്യത ഇല്ല. അദ്ദേഹത്തിനെ പുറത്താക്കിയ സ്ഥിതിക്ക് അദ്ദേഹം മറ്റൊരു സ്വതന്ത്ര അംഗം എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞുകൂടെ MLA സ്ഥാനം രാജിവെക്കാൻ എന്നുള്ളതാണ്. ഇപ്പം ആരോട് വേണേലും പറയാമല്ലോ, അത് ആർക്ക് വേണേലും പറയാമല്ലോ. അതിൽ കവിഞ്ഞ് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അവർ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബന്ധം ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ഇടതുപക്ഷം വെച്ചിരിക്കുന്ന ഒരു ട്രാപ്പാണ്. അപ്പം നമ്മൾ വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുകയും പിന്നെ താങ്കൾ അദ്ദേഹത്തെ ഒന്ന് നിർദ്ദേശിച്ചുകൂടെയും ചോദിക്കുമ്പോൾ നിർദ്ദേശിക്കുമ്പോൾ എന്താ പറയുക, കണ്ടോ പഴയ ബന്ധം വെച്ചിട്ട് ഇവർ തമ്മിലൊരു നിർദ്ദേശം വന്നു എന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണ്. അതിൽ വീണു കൊടുക്കാതിരിക്കാനാണ് കോൺഗ്രസ് പറയുന്നത്. അത് മുരളീധരനായാലും വി ഡി സതീശനായാലും വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇനി അദ്ദേഹം ഒരു സ്വതന്ത്ര മെമ്പറാണ്. അദ്ദേഹം രാജിവെക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എന്തായാലും പുറത്താക്കി കഴിഞ്ഞു, ഇനി നിങ്ങൾ എന്ത് വേണോ ചെയ്തു എന്നുള്ള വട്ടിൽ വിട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട്
രാഹുലിന് എൻ്റെ പിതൃത്വമോ ഉത്തരവാദിത്വമോ ഇനിയിപ്പോൾ കോൺഗ്രസിന് ഏറ്റെടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും പക്ഷേ കോൺഗ്രസ് ഇതര പാർട്ടികൾ, UDF ഇതര പാർട്ടികളൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത് രാഹുലിനെ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ രീതികൾ അവർ എടുക്കുന്നുണ്ട്. അതൊക്കെ ഇനി ഫലത്തിൽ വരുമോ? കാര്യം എന്തെങ്കിലും ഫലവത്താകുമോ എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു 3-4 മാസത്തിനുള്ളിൽ ആസന്നമാകാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ LDFന് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് അവർ യഥാർത്ഥ പ്രശ്നം അവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. നമുക്കൊരു വ്രണമുണ്ടെങ്കിൽ ആ വ്രണം ഒരു പിന്നെ മറ വെച്ചാൽ, ഒരു ഇല വെച്ച് മറച്ചാൽ നമുക്കത് മറയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. LDFൻ്റെ യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ എന്താണ്? അവർക്ക് ആൻറ്റി ഇൻകംബൻസി പ്രകാരം വന്നിരിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഭരണത്തിൽ പറ്റിയ ചില വലിയ വീഴ്ചകൾ, ഖജനാവ് ധൂർത്തടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം, ധാർഷ്ട്യം, അതുപോലെ തന്നെ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ. അത് പിന്നെ അതിജീവിതയുടെ കാര്യമായാലും, അല്ലെങ്കിൽ നമ്മൾ പാലക്കാട് മുതലെടുക്കാം. പാലക്കാടത്തെ ഇരട്ട കുട്ടികളുടെ അമ്മ മുതൽ ഇവിടുത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പിന്നെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ കിടന്ന് മഴയും വെയിലും കൊണ്ട് മാസങ്ങളോളം വർഷങ്ങൾക്കടുപ്പിച്ച് സമരം ചെയ്തപ്പോൾ സർക്കാരിൻ്റെ നിലപാടുകൾ, ഇതിനൊക്കെ എടുക്കുന്ന ഇരട്ടത്താപ്പ് ന്യായീകരണ തൊഴിലാളികളെ കൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്ന, ഞാൻ പറഞ്ഞ ലേല വെച്ച് മറയ്ക്കാൻ ശ്രമിക്കുന്ന ചില ശ്രമങ്ങൾ, ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വളരെ മോശമായി വന്നു എന്ന് മാത്രമല്ല, ഖജനാവ് മുതൽ ശബരിമല വരെ കൊള്ളയടിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് അവർക്ക് എങ്ങനെ മറയ്ക്കാൻ കഴിയും? അതൊരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെ വേറെന്തെങ്കിലും ഉന്നയിച്ചത് കൊണ്ടോ, അവരും ഇതിൽ പങ്കാളിയാണെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും, ശബരിമലയിൽ ഇപ്പം അവരും കൂടെ പങ്കാളിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇവരുടെ കാലത്ത് നടന്ന നിരന്തരമായ ക്രമക്കേടുകളെ മൂടാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അബദ്ധമാണ്. അതവർ ഓരോ വീടും കയറി പറയുമ്പം ജനങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് അവെയർ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ശബരിമല അയ്യപ്പ സംഗമം വഴി അവർ അടഞ്ഞ ഒരു അധ്യായം മുഴുവൻ തുറക്കുകയാണ് ചെയ്തത്. വർഷങ്ങളായിട്ട് ജനങ്ങൾ മറന്ന ഒരു സംഭവം, സ്ത്രീ പ്രവേശനം, അതിന് ഇവിടെയൊക്കെ ഉണ്ടായ 10-35,000 അറസ്റ്റുകൾ, കേസുകൾ, പീഡനങ്ങൾ, ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഒന്ന് മറന്നു വന്നപ്പോഴാണ് വീണ്ടും അത് തുറന്നിട്ട് കൊടുത്തു തദ്ദേശ സ്വയംഭരണത്തിന് മുമ്പായിട്ട്, തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്. അതിൻ്റെ ഫലം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ വീട് കയറി എന്നെ കണ്ടാൽ കിണ്ണം കട്ടുമോ എന്ന് തോന്നുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം ഓർത്തെടുക്കും ഏതൊക്കെ കിണ്ണം കട്ടിട്ടുണ്ട്. 2016 മുതൽ 2024 വരെ കട്ട കിണ്ണങ്ങളെല്ലാം അവരിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അതിനാണിപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് തോന്നുന്നത്. അതിനേക്കാൾ നല്ലത് തെറ്റ് തിരുത്തുക. വീട് കയറി പറയുന്നേ കുഴപ്പമില്ല. വീട് കയറി പറയുന്നെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പാക്കണം എന്ന് പറയുന്നതാണ് കൂടുതൽ ഹിതം. അല്ലാതെ ന്യായീകരണ തൊഴിലാളിയായിട്ട് TV-യിൽ വന്ന് പൊളിഞ്ഞ സാധനം വീണ്ടും വീട്ടിൽ കയറി വന്ന് പറഞ്ഞിട്ട് യാതൊരു കഥയില്ല. ഇപ്പോൾ ഇവർ വരുമ്പോൾ ആരും പറയില്ല. MA ബേബി വന്ന് എൻ്റെ വീട്ടിൽ കയറുമ്പോൾ ഞാൻ പറയില്ല ഒരിക്കലും താങ്കളെപ്പോലുള്ളൊരു ആളിരിക്കുന്ന പാർട്ടി ചെയ്തത് മഹാദ്രോഹമാണെന്ന് പറയില്ല. നമസ്കാരം സാറേ, ഇരിക്കൂ, എന്തുണ്ട് എന്ന് ചോദിക്കും. ഞങ്ങൾ ഇന്ന് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. ശരി, തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അതെ, അങ്ങനെയൊക്കെ ഇരിക്കട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾക്കല്ലേ വോട്ട് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്കേ വോട്ട് ചെയ്യുള്ളൂ, നമസ്കാരം എന്ന് പറഞ്ഞ് പോകും. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇത് വൃഥാവിലുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണെന്നുള്ളത് LDF മനസ്സിലാക്കാത്തത് എന്തെന്ന് എനിക്കറിയില്ല. വളരെ ഫേമസ് ആയ ഒരു ലീഡർ ഉണ്ടായിരുന്നു, NS എന്ന് പറയും. EMS വരെ അംഗീകരിച്ചിരുന്ന ഒരു ലീഡറാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ. അതൊക്കെ അദ്ദേഹം കാലത്തിൽ മരണമടഞ്ഞത് ഒരു അപകടത്തിലാണ്, കാർ അപകടത്തിൽ. അദ്ദേഹം മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹമായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി ആവുക, കുറേ വലിയ പാർട്ടിക്ക് ഉയർച്ച ഉണ്ടാക്കുമായിരുന്നു പറഞ്ഞ ഒരാളാണ് അദ്ദേഹം. എപ്പോഴും ഒരു മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പേ സഹാക്കളുടെ ഒരു കാര്യം പറയും. മീറ്റിങ്ങിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ജനവിഭാഗത്തിൻ്റെ ആവശ്യമാണോ പറയാൻ പോകുന്നത് അവരുമായിട്ടൊന്ന് ഇടപഴകിയിട്ട് വരണം എന്ന് പറഞ്ഞാൽ എങ്കിൽ മാത്രമേ നമുക്കിത് പറയുന്നത്. നമ്മൾ ഈ ഭാവനയിൽ പറഞ്ഞാൽ ഒരിക്കലും അത് വിജയിക്കില്ല. ഇപ്പോൾ ഈ സഖാക്കൾക്ക് പറ്റുന്ന കുഴപ്പമാണ്, അവർ ഭാവനയിൽ നിന്ന് എടുക്കുകയാണ്. അപ്പം നമുക്കിങ്ങനെ ഒരു ആരോപണം വന്നത് അതിന് മറുപടി ഇങ്ങനെ പറയാം, അങ്ങനെയല്ല വേണ്ടത്. ഈ ആരോപണം വന്നത് ഏത് ജനവിഭാഗത്തിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ഏത് ആൾക്കാർക്ക് ഇടയിലാണ്, അവരുമായിട്ടൊന്ന് സംവേദിച്ചിട്ട് അവർക്കുള്ളിലെ വികാരം എന്ത്, അതിൻ്റെ വിഷമം എന്ത്, അത് മനസ്സിലായിക്കൊണ്ട് നമ്മൾ വീട് കയറി മറുപടി പറയുമ്പോൾ അതിന് എഫക്റ്റ് ഉണ്ട്. അല്ലാതെ മറുപടി പറയാൻ പോയാൽ അത് കുടം കമഴ്ത്തി വെള്ളം ഒഴിക്കുന്നത് പോലെ ആകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ജയിലിൽ കിടക്കും. ഇനിയും പരാതികൾ വരാൻ സാധ്യതകളുണ്ട്.
ഫെനി നൈനാൻ അടക്കമുള്ള ആളുകൾ അതിജീവിതയുടെ ചാറ്റൊക്കെ പുറത്തുവിട്ട് തൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നു. ഒന്നും കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. എന്തായാലും പീഡിപ്പിച്ചവർ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പോവുകയുള്ളൂ. നമസ്കാരം സാർ.